അമ്മ ഉം. നമുക്ക് വാഴ കാണാൻ പോവാമേ. വാഴയല്ലേ മോളെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നെ. എന്റെ അമ്മേ, അത് അമ്മ വാഴയല്ലേ കാണിച്ചത്? ഞാൻ സിനിമ കാണാൻ പോണ കാര്യം പറഞ്ഞത്. വാഴ 2 ഇറങ്ങിയിട്ട് നമുക്ക് അത് കാണാൻ പോവാ. വാഴ 2 ഒക്കെ കാണാം, പക്ഷെ കാണും മുന്നേ ഭക്ഷണം മേടിച്ചായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് കയറുള്ളൂ. നമുക്ക് പോയാലോ? കണ്ടിറങ്ങുമ്പോ ഹോട്ടൽ അടച്ചു അമ്മയെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു തന്നിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് കയറുള്ളൂ. എന്നാ പോവാ. എന്നാ വായോ പോവാ. നമ്മളൊക്കെ വീട്ടമ്മമാര് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോ ഇത്തിരി ഭക്ഷണം പുറത്തുനിന്നൊക്കെ കഴിച്ചു ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കണം എന്നല്ലേ എല്ലാവരുടെ ആഗ്രഹം അല്ലേ? അപ്പൊ അതേ നമ്മളും വാഴ 2 കാണാനായിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വന്നത് മധുരൈ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്കാണ് ട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. എപ്പോഴും നമുക്ക് ഈ ചിക്കനും മട്ടനൊക്കെ ആയാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്കൊന്നും നമ്മൾ വെജിറ്റേറിയൻ ആവണ്ടേ അല്ലേ? അപ്പോഴേ നമ്മള് അമ്മ മേടിച്ച് കഴിച്ചത് ചില്ലി ഗോപിയും റൊട്ടിയാണ് ട്ടാ. ഏട്ടനും അച്ഛനും ഫ്രൈഡ് റൈസും ചില്ലി ഗോപി മേടിച്ച് കഴിച്ചു. കുഞ്ഞനും പുലാവാണ് ട്ടോ മേടിച്ചത്. പാറുക്കുട്ടിക്ക് നെയ് റോസ്റ്റ് മേടിച്ചു. നമ്മള് മസാല ദോശ മേടിച്ചു. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും മസാല ദോശയല്ലേ പറയുള്ളൂ ല്ലേ? അങ്ങനെ ദേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മള് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കഴിച്ചു ട്ടോ. നല്ല ഹോട്ടായിട്ടുള്ള ചോക്ലേറ്റ് മേടിച്ച് കഴിച്ച് പിന്നെ ജ്യൂസും മേടിച്ച് കുടിച്ചു. അമ്മയുടെ ആഗ്രഹമായിരുന്നല്ലോ ല്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണത്. എല്ലാരും പറയൂലേ അമ്മ തീറ്റഭ്രാന്തിയാന്ന്. അങ്ങനെയൊന്നും ഇല്ലാട്ടാ. നമ്മളുടെ കൂടെ എന്തിനും സഹകരിക്കുന്ന ആളാണ് ട്ടോ അമ്മ. അമ്മ ഒരു പാവാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അമ്മ ഒരു കുശുമ്പത്തിയൊന്നും അല്ലാട്ടോ. എല്ലാവരും പറയാറുള്ളത് ഇതുപോലൊരു മോളെ കിട്ടിയതിന് അമ്മ ഭാഗ്യം ചെയ്തിട്ടുള്ള അമ്മയാന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാൻ തിരിച്ചാണ് ട്ടോ പറയാ. ഇതുപോലൊരു അച്ഛനെയും അമ്മേനെയും കിട്ടിയത് എന്റെ ഭാഗ്യാണ് ട്ടാ. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഇനിയും ലോകം കാണാനായിട്ട് ഒരുപാട് സമയമുണ്ട്. പക്ഷെ അച്ഛനമ്മമാരുടെ കാര്യം അങ്ങനെയല്ല. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയണത് എനിക്ക് പറ്റുന്നിടത്തൊക്കെ അവരെ കൊണ്ടുപോയി അവരെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ച് അതൊക്കെയാണ് എന്റെ മനസ്സിലത്തെ സന്തോഷം ട്ടാ. നമ്മളിനി വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല ട്ടാ. അപ്പൊ അതേ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ശോഭ മാളിലാണ്. അപ്പൊ അതേ നമ്മൾ അവിടെ എത്തി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മൂവി കാണാൻ വരുന്നത് ശോഭയിലേക്കാണ് ട്ടാ. നമുക്ക് പാർക്കിംഗ് ഭയങ്കര നല്ല എളുപ്പമായതുകൊണ്ടാണ് ട്ടാ നമ്മൾ അങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ അതേ നമ്മൾ അവിടെ എത്തി. വിഷു സ്പെഷ്യൽ ആയിട്ട് അവിടെ വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ട്ടോ. നമ്മൾ അവിടെ ചെന്നത് ഒരു 10 മണിയൊക്കെ ആയി. നമ്മുടെ മൂവിയുടെ ടൈം 10:30 അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കടയൊക്കെ അടച്ച് വരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെയാണ്. അപ്പൊ അതേ നമ്മൾ മൂവിക്ക് കേറുകയാണ് ട്ടോ. നല്ല മൂവി ആയിരുന്നു ട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. വാഴ 2 എല്ലാവരും പോയി കണ്ടോളൂ. നല്ല സിനിമയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.